ബർക്കത്തിന്റെ കേന്ദ്രമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. ഈ ഖുർആൻ അത് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. ഈ ഖുർആനിലാണ് എല്ലാ ഇൽമുമുള്ളത്, എല്ലാ നിയമങ്ങളുമുള്ളത്, എല്ലാ ഖൈറും ബറക്കത്തുമുള്ളത്. അതിൽ നിന്നാണ് എല്ലാ ബറക്കത്തും ഉടലെടുക്കുന്നത്. അതിനാൽ അതിനെ പിൻപറ്റുകയും പടച്ച റബ്ബിനെ സൂക്ഷിക്കുകയും ചെയ്താൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ബറക്കത്തും റഹ്മത്തും നിങ്ങൾക്ക് വന്നെത്തിയേക്കാം എന്നതാണ്. അതുകൊണ്ട് എല്ലാ ഖൈറും ബറക്കത്തും കുടികൊള്ളുന്ന ഖുർആനിന്റെ കൂടെയാണ് നമ്മൾ. ഖുർആൻ ഓതിയും ഖുർആൻ പഠിച്ചും ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും വിശുദ്ധ ഖുർആൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തും നമ്മുടെ ജീവിതം ഖുർആൻ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൽ ബഖറയെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഖ്റഊ സൂറത്തുൽ ബഖറ ഫഇന്ന അഖദഹാ ബറക വതറകഹാ ഹസ്റ. ആ സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത്, അതിനെ ആരെങ്കിലും സ്വീകരിച്ചാൽ അതിൽ ബർക്കത്തുണ്ട്, ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അവർക്ക് നഷ്ടമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അൽ ബഖറ ബർക്കത്തിന്റെ കേന്ദ്രമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഖുർആൻ മൊത്തത്തിൽ ബർക്കത്താണ്. അതിൽ പ്രത്യേക ചില സൂറത്തുകൾക്ക് പ്രത്യേക മഹത്വങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം നമ്മുടെ സമയത്തിലും നമ്മുടെ കാഴ്ചയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ എല്ലാറ്റിലും നമുക്ക് ബർക്കത്ത് ലഭിക്കാൻ നമ്മൾ ഖുർആൻ ഓതുക, അത് ഹിഫ്ലാക്കുക, അത് കേൾക്കുക, അത് പഠിക്കുക, അതിന്റെ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ സുഹൃത്തുക്കളെ, ദീനീ വിജ്ഞാനം നേടുക എന്നതാണ്. ദീനീ വിജ്ഞാനം നേടുക. ആളുകൾ പറയും, ക്ലാസ്സിന് വരാൻ എനിക്ക് സമയമല്ല, ദീന് പഠിക്കാൻ എനിക്ക് സമയമല്ല, എനിക്ക് ജോലിയാണ്, എനിക്ക് 5 പെൺമക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുകയാണ് ആൾക്കാർ ചെയ്യുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 2 സഹോദരങ്ങളായി ജീവിക്കുന്ന ആളിൽ ഒരാൾ വരികയുണ്ടായി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, അള്ളാഹിന്റെ പ്രവാചകരെ, എന്റെ സഹോദരൻ ജോലിക്ക് പോകാതെ അവൻ ഇൽമ് നേടാൻ ഇറങ്ങിയിരിക്കുകയാണ്, ഞാൻ സമ്പാദിക്കുന്നതിൽ നിന്നാണ് അവൻ ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് എന്താ? ലഅല്ലക തുർസഖു ബിഹി, നിന്റെ സഹോദരൻ ഇൽമ് നേടാൻ ഇറങ്ങിയതുകൊണ്ടായിരിക്കണം താങ്കൾക്ക് റിസ്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ഹാഫിളെങ്കിലും, ഒരു മതം പഠിക്കുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിൽ 5 മക്കളാണെങ്കിൽ ആ 5 മക്കളിൽ ഒരുത്തനെങ്കിലും ദീന് പഠിക്കുന്ന ഒരു പണ്ഡിതനായി, ഒരു ഹാഫിളായി, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശരിയായ ആശയം വളച്ചുകെട്ടില്ലാതെ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളായിരിക്കണം എന്നത് നമ്മുടെ 100 കണക്കിന് ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തണം. വീടും വീട്ടിലെ സൗകര്യങ്ങളും അതിന്റെ വിശാലപ്പെടുത്തലുകളും കാറും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലെ അജണ്ടയായതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരു ദീൻ പഠിക്കുന്ന ഒരു കുട്ടി എന്നത് നമ്മൾ ലക്ഷ്യം വെക്കണം. മൂന്നാമത്തെ കാര്യം വിശ്വാസവും സൽക്കർമ്മവുമാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ഈമാനോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആണും പെണ്ണും ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നല്ല ജീവിതം കൊടുക്കും. ഇമാം ഖുർതുബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഹയാതൻ തയ്യിബ എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, 1 അർറിസ്ഖുൽ ഹലാൽ, ഹലാലായ റിസ്ക് കൊടുക്കുമെന്നാണ്. 2 അൽ ഖനാഅ, സംതൃപ്തി കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ അല്ലാഹനെ അനുസരിച്ച് ജീവിക്കാനുള്ള, പടച്ച റബ്ബിന് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് കൊടുക്കും. 4-മത്തേത് അൽ ജന്ന, അതാണല്ലോ ഏറ്റവും വലിയ സആദത്ത്, സ്വർഗമാണ്. അപ്പോൾ ഹയാത്തും ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദുനിയാവിൽ നല്ല റിസ്ഖും, കിട്ടിയ റിസ്ഖിൽ സംതൃപ്തിയും, അയാൾക്ക് അല്ലാഹനെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖും, നല്ല മരണം വരിച്ച് സ്വർഗത്തിലെത്താനുള്ള ഒരു ഭാഗ്യവും അല്ലാഹ് കൊടുക്കും എന്നാണ്. എന്ത് ചെയ്യണം? ഈമാനോടുകൂടെ അമാലു സ്വാലിഹാത്തുകൾ നമ്മൾ ജീവിതത്തിൽ അധികരിപ്പിക്കുക എന്നതാണ് ബർക്കത്ത് ലഭിക്കാനുള്ള 3-മത്തെ കാരണം. 4-മത്തേത് സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ഇന്ന് കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആളുകൾ ഭൗതികമായ കാരണത്തെയാണ് എല്ലാറ്റിനും തേടുന്നത്. എന്താണ് അങ്ങനെയാവാൻ കാരണം, ഇങ്ങനെയാവാൻ കാരണം, എങ്ങനെയാണ് അവൻ അങ്ങനെ ലഭിച്ചത്, ഇങ്ങനെ ലഭിച്ചത് എന്നിത്യാദി കാര്യങ്ങൾ, വെറും ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ഉടക്കിയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ കാലത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി ലറുസിഖ്തും കമാ തുർസഖുത് തയ്ർ തഖ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ. ഒരു പക്ഷി നേരം വെളുക്കുമ്പോൾ തന്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എവിടേക്കാ? എങ്ങോട്ടെങ്കിലും ഉപജീവനം തേടി പടച്ചറബിൽ തവക്കുലാക്കി ഇറങ്ങാൻ. വൈകുന്നേരമാകുമ്പോഴേക്കും മേട നിറഞ്ഞിട്ടാണ് ആ പക്ഷി തന്റെ കൂട്ടിലേക്ക് വരുന്നത്. ഇതുപോലെ അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മൾ അധ്വാനിക്കാൻ ഇറങ്ങുക, നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രവർത്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം തേടി അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നത് സഹോദരന്മാരെ ബർക്കത്ത് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, ഒരിക്കലും നമ്മൾ ദുർബലരായി പോകരുത്. വലാ തഅജിസ്, നീ ദുർബലനായി പോകരുത്. ഒരു വിശ്വാസി ഒരിക്കലും ദുർബലനല്ല. കാരണം ഏറ്റവും കരുത്തുള്ളവനാണ് അവന്റെ കൂടെയുള്ളത്. അതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുക്ക് ദുർബലത എന്നത് ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിൽ തവക്കുലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വതവക്കുൽ മിൻ അഅ്ളമിൽ അസ്ബാബ് അല്ലതി തത്ലുബു ബിഹൽ ഹവായിജ്. ഏതൊരു വിഷയവും നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സബബാണ് അല്ലാഹുവിൽ തവക്കുലാക്കുക എന്നുള്ളത്. അല്ലാഹുവിൽ തവക്കുലാക്കുന്നയാൾക്ക് അല്ലാഹു മതി. അതുകൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം സഹോദരന്മാരെ, തഖ്വ. തഖ്വയുള്ളവരായി ജീവിക്കുക. ജീവിതത്തിന്റെ ഇരുട്ടിലും പകലിലും ഏകാന്തതയിലും കൂട്ടത്തിലും എല്ലായിടത്തും നമ്മൾ പടച്ചറബിനെ സൂക്ഷിക്കുന്നവരാവുക. അല്ലാഹുവിൽ തവക്കുലാക്കുന്നവന് എല്ലാറ്റിനും ഒരു പോംവഴി അല്ലാഹു കാണിച്ചു കൊടുക്കും. ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ അവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ആ ഗ്രാമവാസികൾ എന്നിൽ വിശ്വസിക്കുകയും എന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് നാം ബറക്കത്ത് ഇറക്കി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുക. എല്ലാ രംഗത്തും പടച്ചോനെ പേടിച്ച് പടച്ചോനെ സൂക്ഷിച്ച്, പടപ്പുകളെയല്ല. പടപ്പുകൾ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ, അവര് അറിയുമോ കാണുമോ, ഇതാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളെയും പിന്നെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒരിക്കലും അങ്ങനെയല്ല സഹോദരന്മാരെ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ നമുക്ക് പറ്റണം. ആ ഭയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പാപങ്ങളിലേക്ക് വീഴും. ഇന്നൽ അബ്ദ ലയഹ്റമു റിസ്ഖ ബിദംബി യുസീബു. ഒരാളെ ബാധിച്ച പാപങ്ങൾ അയാൾക്ക് റിസ്ഖ് തടയപ്പെടാൻ വരെ കാരണമാകും. അപ്പൊ തഖ്വക്ക് വിരുദ്ധമായി നമ്മൾ തിന്മയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ റിസ്ഖ് തടയപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തഖ്വയുള്ളവരാവുക, പടച്ചറബിനെ സൂക്ഷിച്ച് ജീവിക്കുക, വിലക്കുകൾ മാറ്റിവെക്കുക. ആറാമത്തെ കാര്യം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സായിനും മുദ്ദിനും വേണ്ടി പ്രാർത്ഥിച്ചു. വിവാഹിതരാകുന്ന നവദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകും ഫിൽ ഖൈർ. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഭക്ഷണം ഹാജറായാൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വഅത്ഇംനാ ഖൈറൻ മിൻ. അല്ലാഹുവേ, ഇതിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ. അപ്പോൾ പടച്ചറബിനോട് ബർക്കത്ത് ചോദിക്കുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അതൈതഹു. അല്ലാഹുവേ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, അദ്ദേഹത്തിന് നൽകപ്പെട്ട എല്ലാറ്റിലും നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതോടുകൂടെ ധാരാളം മക്കൾ, നൂറുകണക്കിന് മക്കൾ അദ്ദേഹത്തിനുണ്ടായി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ധാരാളം സമ്പത്തുണ്ടായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായി. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പാപമോചനം തേടുക, അതൊരു പ്രാർത്ഥന. ഇസ്തിഗ്ഫാർ തേടിയാലും അല്ലാഹു ബർക്കത്ത് ഇറക്കി തരും. സമ്പത്തിൽ വിശാലത, മക്കളിൽ വിശാലത, തോട്ടങ്ങളും നദികളും എല്ലാം ഒഴുക്കിത്തരുമെന്ന് സൂറത്ത് നൂഹിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ സുഹൃത്തുക്കൾ, കുടുംബബന്ധം ചേർക്കലാണ്. മൻ അഹബ്ബ അൻ യുബസത ലഹു ഫീ റിസ്ഖി വയുംസഅ ലഹു ഫീ അഥരി ഫല്യസിൽ റഹിമഹു. ആർക്കെങ്കിലും ദീർഘായുസ്സ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, റിസ്ഖിൽ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. മാതാപിതാക്കൾക്ക് സേവനമനുഷ്ഠിക്കുക, നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ട് ഏറ്റവും നല്ല ബന്ധം ചേർക്കുക. ഇങ്ങോട്ട് ചേർക്കുന്നവരെ ചേർക്കുക എന്നുള്ളതല്ല, ഇങ്ങോട്ട് ചേർക്കുന്നവരെയും ഇങ്ങോട്ട് ചേർക്കാത്തവരെയും ബന്ധം ചേർത്ത് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് നീട്ടിത്തരും. കുറഞ്ഞ ആയുസ്സിൽ കൂടുതൽ കൊല്ലം ജീവിച്ചവരുടെ കർമ്മം ചെയ്യാനുള്ള തൗഫീഖ്. അതുപോലെ തന്നെ നമ്മുടെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ നമ്മുടെ മക്കളും ഒറ്റയ്ക്ക് തിന്നുക എന്നുള്ളതല്ല, നമ്മുടെ കുടുംബത്തിനും കൊടുക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, അവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ, പിണക്കങ്ങൾ മാറ്റാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ബർക്കത്ത് കിട്ടും. എട്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ബിസ്മി ബർക്കത്തിന്റെ ഒരു കേന്ദ്രമാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചെല്ലുക. വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചെല്ലുക. വീട്ടുകാരോട് സലാം പറയുക. യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്. നീ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിന്റെ വീട്ടുകാരോട് സലാം പറയണം. നാട്ടുകാരോടൊക്കെ സലാം പറയും, വീട്ടുകാരോട് സലാം പറയില്ല ചില ആൾക്കാർ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം. അത് നിനക്കും നിന്റെ കുടുംബത്തിനും ബറക്കത്താണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ ഒരുമിച്ച് കഴിക്കുക. ഫസ്തമിഉ അലാ തുആമികും വദ്കുറു സ്മല്ലാഹി അലൈഹി യുബാരിക് ലക്കും ഫീ. നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഒരാൾ അവിടെ, ഒരാൾ ഇവിടെ, ഉമ്മ അടുക്കളയിൽ. അങ്ങനെയല്ല. എല്ലാവരും വലിയൊരു തീന്മേശ നമ്മൾ കുടിയിരിക്കൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. അതാർക്കുള്ളതാ? എന്നെങ്കിലും വരുന്ന ഗസ്റ്റിന് മാത്രമുള്ളതാ? അല്ല. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അതിൽ ബർക്കത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. ഭക്ഷണം വീഴാതെ കഴിക്കുക. കാരണം ഏത് വറ്റിലാണ് ബർക്കത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീണതുപോലും എടുത്ത് കഴിക്കുക. ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് സഹോദരന്മാർ നമ്മൾ പാലിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ പ്രഭാത സമയം
നമുക്ക് ബർക്കത്തുള്ളതാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. സുബ്ഹിന്റെ മുമ്പ് എണീറ്റ് 3 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ ലൈഫിൽ ബർക്കത്താണ്. സുബ്ഹിന് പള്ളിയിൽ പോയാൽ ബർക്കത്താണ്. പ്രാർത്ഥിച്ചാൽ രാവിലത്തെ ദിക്ർ ചൊല്ലിയാൽ ബർക്കത്താണ്. നമ്മുടെ ഏതൊരു കാര്യവും പ്രഭാതത്തിൽ ചെയ്താൽ, ഇൽമു നേടുന്നത് പ്രഭാതത്തിലായാൽ, യാത്ര തുടങ്ങുന്നത് പ്രഭാതത്തിലായാൽ, കച്ചവടത്തിന് ഇറങ്ങുന്നത് പ്രഭാതത്തിലായാൽ അതിന് ബർക്കത്തുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യസന്ധത പാലിക്കുക. ഇപ്പൊ കച്ചവടത്തിലൊക്കെ ആളുകൾ എന്തൊക്കെയാണ് തള്ളിമറിക്കുക. ഒരിക്കലും ഒരു ബന്ധവുമില്ലാത്ത കാര്യം പോലും പറഞ്ഞിട്ടാണ് ആളുകൾ പലതിന്റെയും കച്ചവടം നടത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറച്ചു വെച്ചാൽ, നിങ്ങൾ കളവ് പറഞ്ഞാൽ മുഹഖത്ത് ബറകത്തുഹുമാ ഫീ ബൈഇഹിമാ, നിങ്ങളുടെ കച്ചവടത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും. നിങ്ങൾ സത്യം പറഞ്ഞാൽ, നിങ്ങൾ ന്യൂനത വെളിവാക്കിയാൽ, 3-5 മണി കഴിഞ്ഞ വണ്ടിയാണ് പറയോ വെക്കുമ്പോ, അങ്ങനെ പറഞ്ഞാൽ ബർക്കത്ത് ലഭിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 10ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പാദ്യം ഹലാലിൽ നിന്നാവുകയും ആ ഹലാലായ സമ്പാദ്യം ഒരു കൊല്ലം തികയുമ്പോൾ സക്കാത്ത് കണക്ക് നോക്കി അതിന്റെ 2.5% അള്ളാന്റെ മാർഗ്ഗത്തിൽ നമ്മൾ കൊടുക്കുകയും ചെയ്താൽ തുതഹിറുഹും വതുസക്കീഹിം. വതുസക്കീഹിം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത് അതിൽ വർധനവുണ്ടാകും എന്നാണ്. അതിൽ വർധനവുണ്ടാകും. അതുകൊണ്ട് ഈ 10 കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ബർക്കത്തുണ്ടാവാനുള്ള കാരണങ്ങളുണ്ട്. എല്ലാതും ദീനാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ആ ദീനിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ആ ദീനിന്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും പെരുമാറ്റങ്ങളും ചിട്ടകളും അദബുകളും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. ഖുർആനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അങ്ങനെ ബർക്കത്തുള്ള ജീവിതം ദുനിയാവിലും പരലോകത്തും നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവരുടെ മക്കളുടെ പഠനത്തിന്റെ വിഷയത്തിലാകാം, അവരുടെ സമ്പത്തിന്റെ, കച്ചവടത്തിന്റെ, വീടിന്റെ, ആരോഗ്യത്തിന്റെ, മറ്റേത് വിഷയത്തിലുമാകാം. ഈ ആളുകളെ നോക്കിയിട്ട് നാം എന്താണ് പറയേണ്ടത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅ അഹദുകും മിൻ നഫ്സിഹി വഅഖി മാ യുഅജിബുഹു ഫൽയദ്ഉ ബിൽ ബറകഹ ഫഇന്നൽ ഐന ഹഖ്ഖുൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ സഹോദരങ്ങളിൽ നിങ്ങൾ വല്ലതും കണ്ടാൽ, ഇനി നിങ്ങളിൽ തന്നെ വല്ലതും ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ, നിങ്ങൾ പടച്ച റബ്ബിനോട് ബറക്കത്തിനെ തേടണം. കാരണം ദുഷ്കണ്ണുകൾക്ക് ചില സ്വാധീനങ്ങൾ ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സത്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പ്രപഞ്ചത്തിൽ ഓരോന്നും നടത്താൻ ഓരോരോ അസ്ബാബുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഈ നോക്കിയിട്ട് പറയുന്ന ചില വാചകങ്ങൾ കൊണ്ട്, ഈ നോട്ടങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രമാണങ്ങളിൽ സത്യമായി പുലർന്നു വന്ന കാര്യമാണ്. അമാനി മൗലവി വേദത്തിന്റെ തഫ്സീറിന്റെ സൂറത്തുൻ നാസിന്റെയും ഫലഖിന്റെയും വ്യാഖ്യാനത്തിൽ അത് വിശദമായി പറയുന്നുണ്ട്. പിഞ്ചുമക്കളെ മടിയിലിരുത്തി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന ഹസനെയും ഹുസൈനെയും മടിയിലിരുത്തി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഉഇദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എല്ലാ തരത്തിലുള്ള ദുഷ്കണ്ണുകളിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ആരിലെങ്കിലും വല്ല അനുഗ്രഹങ്ങളും വർഷിക്കുന്നത് നമ്മൾ കണ്ടാൽ അസൂയയുടെ ആശ്ചര്യത്തിന്റെ വാക്കുകൾ പറയാതെ നമ്മൾ അവർക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ബാറക്കല്ലാഹു ഫീക് വബാറക്കല്ലാഹു ലക്കും വബാറക അലൈക്കും. അങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. കാരണം അവർക്കിത് കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് അവർക്കും വലിയൊരു ഉപദേശമാണ്. ഈ കിട്ടിയത് അല്ലാഹുവിൽ നിന്നാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ആ വാചകങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബർക്കത്ത് എന്നത് ഇന്നൊരു കച്ചവട ചരക്കാണ് നമ്മുടെ നാടുകളിലൊക്കെ. അതുകൊണ്ട് ഇന്ന ആൾക്ക് ബർക്കത്ത്, അയാൾ ഊതുക, അയാൾ തുപ്പുക, അയാളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുക, അപ്പോൾ രോഗം മാറും, ഇങ്ങനെയാകും അങ്ങനെയാകും, അവിടെ ഒരു കബറുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ജാറമുണ്ട്, അവിടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന തരത്തിലുള്ള ബർക്കത്തല്ല. ബർക്കത്ത് എടുക്കുന്ന തബറുക്ക് അത് നിഷിദ്ധമായിട്ടുള്ളതുണ്ട്, ശിർക്കിയായിട്ടുള്ളതുണ്ട്, ബിദ്ഈയായിട്ടുള്ളതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള ശർഈയായിട്ടുള്ളതുണ്ട്. ശർഈയായിട്ടുള്ള ബർക്കത്ത് എടുക്കൽ എന്താണ്? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണം പറഞ്ഞാൽ സംസം, അതിന് ബർക്കത്തുണ്ടെന്നത് ഹദീസിനകത്തുണ്ട്.
അതാര് നിശ്ചയിച്ചാലും ശരി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ബർക്കത്തുണ്ടെന്ന് പഠിപ്പിക്കുകയും അത് എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബർക്കത്തുമായി, ബർക്കത്തെടുക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സംഗതിക്ക് ബർക്കത്തുണ്ട് എന്നുള്ളതിന് തെളിവ് വേണം. ഖുർആനിലോ സുന്നത്തിലോ തെളിവുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ബർക്കത്തെടുക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം, പ്രസ്തുത കാര്യത്തിന് ബർക്കത്തുണ്ട് എന്നത് ഖുർആനിലോ സുന്നത്തിലോ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ബർക്കത്ത് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. ഇത് അയാളുടേതല്ല, ഇത് ആ സംഗതിയുടേതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്നത് നമ്മുടെ മനസ്സിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അത് പടച്ചറബിലും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാ. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ബർക്കത്തെടുക്കാൻ കാണിച്ചു തന്നത് അങ്ങനെയായിരിക്കണം അതിൽ നിന്ന് നമ്മൾ ബർക്കത്തെടുക്കേണ്ടത്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ബർക്കത്തുണ്ട്. ചില പ്രദേശങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക്, ചില വസ്തുക്കൾക്ക്, ഇതിനൊക്കെ ബർക്കത്തുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ എടുത്തു കാണിച്ചു തന്നിട്ടുള്ളത് ആ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. സ്വഹാബത്ത് ഖൈബറിലേക്ക് മുശ്രിക്കുകളുമായി പോരാടാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ അവരുടെ വാള് തൂക്കിയിട്ട് അവർ പ്രത്യേകമായ പ്രാർത്ഥന നടത്തിയിട്ട് ആ മരത്തിന് പ്രത്യേകമായിട്ടുള്ള ബർക്കത്തുണ്ടെന്നും അതിൽ തൂക്കിയിട്ട് യുദ്ധത്തിന് പോയാൽ അവർ വിജയിക്കുമെന്നുമുള്ള ഒരു ധാരണയായിരുന്നു. ഇന്ന് ചില ആളുകൾ കണ്ടില്ലേ, പരീക്ഷയ്ക്കൊക്കെ അവരുടെ പേനയും പുസ്തകങ്ങളൊക്കെ ജാറത്തിൽ പൂജയ്ക്ക് വെച്ചതിന് ശേഷം എടുത്തുകൊണ്ടുപോയി പഠിച്ചിട്ടാണ് അത്ര ഫുൾ A+ ഉണ്ടാകുന്നത്. നഊദു ബില്ലാഹ്. കാലങ്ങളോളം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചൊരു കുട്ടിനെ കൊടുക്കുമ്പോൾ കുട്ടിനെ കൊടുത്ത് അള്ളാഹു അല്ല അത്ര. എന്തൊരു അവസ്ഥയാണ്! അതുകൊണ്ടാണ് മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു നൽകുന്നു, ആ നൽകുന്നത് നമ്മൾ പലതും നമ്മിലേക്ക് ചേർക്കുന്നു. എന്റെ ഒരു കാഴ്ചപ്പാടുകൊണ്ടും എന്റെ ഒരു ചിന്ത കൊണ്ടും എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ നേടി. അല്ല സഹോദര, അള്ളാഹു നൽകിയതാണ്. അല്ലെ, ഞാൻ ഇന്ന ജാറത്തിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, അതുകൊണ്ട് കിട്ടി. ഞാൻ അള്ളാഹിനോട് എത്ര കാലം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. ജാറത്തിൽ പോയപ്പോ എനിക്ക് പെട്ടെന്ന് കിട്ടി. എത്ര നന്ദികേടാണ് ഇതൊക്കെ! നിഅമത്ത് അള്ളാഹിലേക്ക് ചേർത്തി പറയാതിരിക്കുന്നത് കുഫ്റാണ്. അതുകൊണ്ട് മുശ്രിക്കുകൾക്ക് ഒരു മരം ഉണ്ടായിരുന്നു, അവർ അതിൽ തൂക്കിയിടുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് എന്നിട്ട് പറയാ, റസൂലേ ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാ ലഹും ദാതു അൻവാത്. അവർക്ക് ദാതു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ദാതു അൻവാത്ത് വേണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഹാദാ കമാ ഖാല ഖൗമു മൂസ. ഇത് മൂസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. ഒരു വിശ്വാസികൾക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല, അവരെ അനുകരിക്കേണ്ട ആവശ്യമില്ല.